ഇസ്രായേൽ അമേരിക്കൻ സഖ്യവും ഇറാനും തമ്മിൽ 40 ദിവസം നീണ്ടുനിന്ന അതിശക്തമായ യുദ്ധത്തിനൊടുവിലെ വെടിനിർത്തൽ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടമാകെ മാറിയിരിക്കുകയാണ്. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന ഈ സൈനിക നീക്കം ഇറാന്റെ സൈനിക ആണവ സാമ്പത്തിക അടിത്തറയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആരംഭിച്ചത്. 10 ദിവസത്തെ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്താണ്? യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു യുദ്ധവും ഭൗമരാഷ്ട്രീയ വിഷയങ്ങളും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 40 ദിവസത്തെ തീവ്രമായ യുദ്ധത്തിന് ശേഷം 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നു. എന്നാൽ ഈ കരാർ നിലനിൽക്കുന്നതിനിടയിലും ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം അതീവ ഗുരുതരമായി തുടരുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ മുന്നോട്ട് വെച്ച 10 സമാധാന നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചതിനെ തുടർന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടന്നതെന്നതും ശ്രദ്ധേയമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 2 എണ്ണക്കപ്പലുകൾക്ക് ഇറാൻ കടന്നുപോകുവാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇറാൻ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഈ പാത അടച്ചത് ആഗോള എണ്ണ വിപണിയെയും ഓഹരി വിപണിയെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ നിന്നും അമേരിക്ക ഇപ്പോൾ പിന്മാറാൻ ശ്രമിക്കുകയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഹോർമൂസിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കാതെ പോയതും അമേരിക്കയിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും സാമ്പത്തിക ബാധ്യതകളും അമേരിക്കയെ യുദ്ധത്തിൽ നിന്നും പിന്മാറുവാൻ നിർബന്ധിക്കുന്ന ഘടകങ്ങളാണ്. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ലെബനനെ ബാധിക്കില്ലെന്ന് ഇസ്രായേലും വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ബെയ്റൂട്ടിലും തെക്കൻ ലെബനനിലും ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടത്. ഇത് വെടിനിർത്തൽ കരാർ തകരാൻ കാരണമായേക്കുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. Vice President Caroline Leavitt said you played a key role in these talks. Could you help us understand some details about that role, and do you think your well-known opposition to foreign wars generally was a factor that made you a key player in this? Well, I appreciate Carolyn saying that. I mean, my key role was I sat on the phone a lot. I answered a lot of phone calls. I made a lot of phone calls. And again, I'm happy about where we are. I think the president has struck a good deal for the American people, but fundamentally, the Iranians have got to take the next step, or the president has a lot of options to go back to the war. Do you know if Iranians requested that you join the talks? I don't know that. I would be surprised if that was true. But, I wanted to be involved because I thought I could make a difference. And obviously, I think the people really on the ground doing the day-to-day negotiating have been Steve and Jared. They've done a great job. But we're going to keep on working this as a team, as we always have. Pete's been very helpful with the various military elements of this. Marco's obviously been extremely involved. We work as a team. We work effectively. And, I've been on the phone a lot the past couple of days, but we're glad to be where we are. വെടിനിർത്തൽ പൂർണ്ണമാകണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നു കൊടുക്കണമെന്ന് ട്രംപ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ചൂണ്ടിക്കാട്ടി ഇറാൻ തങ്ങളുടെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വം കാരണം ഇന്ധനവില വർദ്ധിക്കുവാനും ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട്. ഇറാനിലെ ഇന്റർനെറ്റ് വിച്ഛേദനം 40-ാം ദിവസവും തുടരുന്നത് അവിടുത്തെ ആഭ്യന്തര സാഹചര്യം ഗുരുതരമാക്കിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ലെബനനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ അതിശക്തമായ വ്യോമാക്രമണം തുടരുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ സ്വാധീന മേഖലയായ തെക്കൻ ലെബനനിലും തലസ്ഥാനമായ ബെയ്റൂട്ടിലുമാണ് ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിർത്തിയിൽ തുടരുന്ന ഷെല്ലാക്രമണങ്ങൾക്കും റോക്കറ്റ് ആക്രമണങ്ങൾക്കും മറുപടിയായാണ് ഇസ്രായേൽ ഈ നീക്കം നടത്തുന്നതെന്ന് സൈനിക വക്താവ് അറിയിക്കുന്നുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ലെബനൻ അതിർത്തിയിലെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. תושבי הצפון היקרים, אני גאה בכם. אתם ממשיכים לעמוד איתן. אני מבקש לומר לכם, אין הפסקת אש בלבנון. אנחנו ממשיכים להכות בעוצמה את חיזבאללה, ואנחנו לא נעצור עד שנחזיר לכם את הביטחון. ההישגים הכבירים שלנו, גם באיראן וגם נגד ציר הרשע, הביאו לשינוי היסטורי במעמד של ישראל באזור. הם גם הביאו לשינוי לקשרים שלנו עם מדינות, קשרים שלא היו בעבר. לאחר פניות חוזרות ונשנות של ממשלת לבנון לפתוח איתנו במשא ומתן לשלום, אני הנחיתי אמש בקבינט
לפתוח במשא ומתן ישיר עם לבנון כדי להשיג שני יעדים. אחד, פירוק חיזבאללה מנשקו, והשני, הסכם שלום היסטורי, בר קיימא, בין ישראל ללבנון. ישראל חזקה מאי פעם, איראן חלשה מאי פעם. אני כבר הבאתי 4 הסכמי שלום עם מדינות ערב, אני מתכוון להביא עוד. שלום אמיתי, שלום מתוך עוצמה. ബെയ്റൂട്ടിലെ ജനവാസ മേഖലകൾക്ക് സമീപമുള്ള ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളും ആയുധ സംഭരണശാലകളും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഈ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി വടക്കൻ ഇസ്രായേലിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഹിസ്ബുള്ളയും മിസൈലുകൾ വർഷിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വടക്കൻ ഇസ്രായേലിലെ 10,000-കണക്കിന് താമസക്കാരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. അതിർത്തിയിലെ ഈ ഏറ്റുമുട്ടൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് മാറുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹവും പങ്കുവെക്കുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാകുന്ന ഒന്നിനെയും അനുവദിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാറുകൾ ലബനനിലെ സാഹചര്യത്തെ ബാധിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് സംഘർഷം ദീർഘകാലം തുടരുമെന്നതിന്റെയും സൂചനയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണങ്ങൾ തടയുവാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സംഘർഷം പശ്ചിമേഷ്യയിലെ മൊത്തത്തിലുള്ള സുരക്ഷാ സാഹചര്യത്തെ വഷളാക്കുന്നതിനോടൊപ്പം ആഗോള സാമ്പത്തിക മേഖലയിലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള തന്ത്രപ്രധാനമായ കേബിളുകളെയും ഇന്ധന പൈപ്പ് ലൈനുകളെയും ലക്ഷ്യമിട്ട് റഷ്യൻ അന്തർവാഹിനികൾ ആസൂത്രിതമായ നീക്കം നടത്തിയതായി ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി വെളിപ്പെടുത്തിയതും ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന പ്രവർത്തനങ്ങളെ തടയുവാൻ ബ്രിട്ടന്റെ റോയൽ നേവിയും നോർവേ ഉൾപ്പെടെയുള്ള നാവികസേനകളും ചേർന്ന് വിപുലമായ തിരച്ചിൽ ദൗത്യം നടത്തിയതായും അദ്ദേഹം അറിയിച്ചിരുന്നു. റഷ്യയുടെ ഒരു അറ്റാക്ക് സബ്മറൈനെയും 2 മറ്റ് പ്രത്യേക അന്തർവാഹിനികളെയുമാണ് ഇന്റർനെറ്റ് ബന്ധം തടസ്സപ്പെടുത്തുന്ന കേബിളുകൾക്കും ഊർജ്ജ വിതരണ പൈപ്പുകൾക്കും സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യം മുതലെടുത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെ പരീക്ഷിക്കാനാണ് റഷ്യ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് ബ്രിട്ടൻ ആരോപിക്കുന്നുണ്ട്. ഈ സൈനിക നീക്കത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്ക് പുറമെ റോയൽ എൻഫോഴ്സിന്റെ P-8 പോസിഡോൺ നിരീക്ഷണ വിമാനങ്ങളും ദൗത്യത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. റഷ്യയുടെ ഭാഗത്തുനിന്ന് തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമോ അട്ടിമറിയോ ഉണ്ടായാൽ അത് ആ രാജ്യത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമായി കരുതുമെന്നും കടുത്ത തിരിച്ചടി നൽകുമെന്നും ജോൺ ഹീലി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ സഖ്യകക്ഷികളുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് റഷ്യൻ അന്തർവാഹിനികൾ ആ പ്രദേശം വിട്ടുപോയിട്ടുണ്ടെങ്കിലും സമുദ്രത്തിനടിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ ബ്രിട്ടൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോകശ്രദ്ധ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ യൂറോപ്പിന്റെ പിൻവാതിലിലൂടെ കടന്നു കയറുവാനുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയതായും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള റഷ്യയുടെ ഇത്തരം പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ നാറ്റോ സഖ്യത്തിനിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധ സാഹചര്യം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി ഗൾഫ് മേഖലയെ പ്രധാനമായും ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഇന്ധനവിലയിലുണ്ടാകുന്ന നേരിയ വർധനവ് പോലും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കൂടാതെ പശ്ചിമേഷ്യയിലെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയും ചബഹാർ തുറമുഖം പോലുള്ള തന്ത്രപരമായ നിക്ഷേപങ്ങളും അപകടത്തിലാവുകയുമാണ്. ഈ സംഘർഷം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആഗോളതലത്തിലേക്ക് പടരുന്നതിന്റെ സൂചനയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ റഷ്യൻ അന്തർവാഹിനികളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ മറവിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ വാർത്താവിനിമയ കേബിളുകളും പൈപ്പ് ലൈനുകളും ലക്ഷ്യമിട്ടിട്ടുള്ള റഷ്യയുടെ നീക്കങ്ങൾ ലോകത്തെ മറ്റൊരു വലിയ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നയതന്ത്ര ചർച്ചകളിലൂടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനും ലെബനൻ അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും സാധിച്ചില്ലെങ്കിൽ ഈ പ്രതിസന്ധി ലോകത്തെ ഒരു വലിയ സാമ്പത്തിക സുരക്ഷാ ദുരന്തത്തിലേക്ക് തള്ളിവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല.